വെൽക്കം ടു സൈലം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേസിന് വേണ്ടി എക്കണോമിക്സിന് എങ്ങനെ തയ്യാറെടുക്കാം എന്നുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം എക്കണോമിക്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് അല്ലേ. അതായത് കാരണം അതിൻ്റെ ചോദ്യങ്ങളുടെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ആ ചോദ്യങ്ങളുടെ ഒരു നേച്ചറാണ് ആ ഒരു എക്കണോമിക്സിന് പ്രാധാന്യമുള്ളൊരു സബ്ജക്റ്റായിട്ട് മാറ്റുന്നത്. മാത്രമല്ല അത്യാവശ്യം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും എക്കണോമിക്സ് വലിയൊരു പ്രാധാന്യമുള്ളൊരു സബ്ജക്റ്റാണ്. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇനി വരാൻ പോകുന്ന KS എക്സാമിന് എങ്ങനെ എക്കണോമിക്സിന് വേണ്ടി തയ്യാറെടുക്കാം, എന്തൊക്കെ കാര്യങ്ങൾ അതിൻ്റെ സിലബസിനകത്തുള്ളത്, ഏത് രീതിയിലുള്ള ഒരു പഠനമാണ് നമുക്ക് വേണ്ടത്, പ്രിലിംസിന് സെപ്പറേറ്റ് പഠിക്കണോ മെയിൻസിന് സെപ്പറേറ്റ് പഠിക്കണോ അതോ ഒരുമിച്ചുള്ള ഒരു പഠനമാണോ നമുക്ക് ആവശ്യം, തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം മനസ്സിലാക്കാനുള്ള കാര്യം KS എക്സാമിനെ സംബന്ധിച്ചിടത്തോളം എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒറ്റ സബ്ജക്റ്റ് ആയിട്ടല്ല നമുക്ക് പഠിക്കാനുള്ളത്, 2 സബ്ജക്റ്റുകളായിട്ടാണ്. സിലബസിനകത്ത് ഒറ്റ സബ്ജക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും 2 ഭാഗങ്ങൾ അതിനുണ്ട്. അത് നമുക്ക് പാർട്ട് A എന്നും പാർട്ട് B എന്നും കൊടുക്കാം. പാർട്ട് A എന്ന് പറയുന്നത് ഇന്ത്യൻ എക്കണോമിയാണ്. അതായത് നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പാർട്ട് Aക്കകത്ത് നോക്കാനുള്ളതെങ്കിൽ, പാർട്ട് B ആണെങ്കിലോ പാർട്ട് B എന്ന് പറയുന്നത് കേരള എക്കണോമിയാണ്. അതായത് കേരള സമ്പദ് വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പാർട്ട് B നോക്കുന്നത്. അപ്പോൾ 2 ഭാഗങ്ങളാണ് എക്കണോമിക്സിനകത്ത് നമ്മളുള്ളത്. പാർട്ട് A ഇന്ത്യൻ എക്കണോമി, പാർട്ട് B എന്ന് പറയുന്ന കേരള എക്കണോമി. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ UPSCക്ക് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇന്ത്യൻ എക്കണോമിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാകും. അതുപോലെ ഡിഗ്രി ലെവൽ PSC എക്സാംസിന് തയ്യാറെടുക്കുന്ന ആൾക്കാരാണെങ്കിലും ഇന്ത്യൻ എക്കണോമിനെ പറ്റി അത്യാവശ്യം കാര്യങ്ങൾ അറിവുണ്ടായിരിക്കും. അതേസമയം കേരള എക്കണോമി എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഒരു പുതിയ സബ്ജക്റ്റ് ആണ് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, സെക്രട്ടറി ടെസ്റ്റിന് വേണ്ടി തയ്യാറെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മെയിൻസിന് കേരള എക്കണോമി എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അപ്പോൾ അതേ ഒരു മാതൃക തന്നെയാണ് ഇവിടുത്തെ KS എക്സാമിനുള്ള കേരള എക്കണോമി എന്ന് പറയുന്നത്. അപ്പോൾ കേരള റിലേറ്റഡ് ആയിട്ടുള്ള എക്കണോമിക് കാര്യങ്ങളാണ് നമുക്ക് കേരള എക്കണോമിക്കകത്ത് നോക്കാനുള്ളത്. അപ്പോൾ പറഞ്ഞത് മനസ്സിലാക്കുക. ആദ്യമേ നിങ്ങൾ അറിഞ്ഞിരിക്കുക, KSന് ഇന്ത്യൻ എക്കണോമി മാത്രമല്ല ഉള്ളത്, കേരള റിലേറ്റഡ് ആയിട്ടുള്ള കേരള എക്കണോമി, അതുപോലെ തന്നെ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ഏരിയയും കൂടെ കടന്നു വരുന്നുണ്ട്. രണ്ടിനും തന്നെ കഴിഞ്ഞ വർഷത്തെ ചോദ്യ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഈക്വൽ വെയിറ്റേജ് ആണ്. മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷന്റെ കാര്യത്തിൽ ഈക്വൽ വെയിറ്റേജ് ആണ് അതായത് ഇന്ത്യൻ എക്കണോമിക്കും കേരള എക്കണോമിക്കും PSC കൊടുത്തിട്ടുള്ളത്. പക്ഷെ സിലബസ് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ എക്കണോമിയിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കവർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ സിലബസിനകത്ത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കവർ ചെയ്യാനുള്ളത് ഇന്ത്യൻ എക്കണോമി ഭാഗത്താണ്. അതേസമയം കേരള എക്കണോമിക്കകത്ത് കവർ ചെയ്യാനുള്ള കാര്യങ്ങൾ വളരെ കുറവാണ്. വളരെ കുറവെന്ന് പറയുമ്പോൾ ഇന്ത്യൻ എക്കണോമിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. പക്ഷെ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഓൾമോസ്റ്റ് സെയിം ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ, പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും ചോദ്യ പേപ്പറുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു കേസിന് വേണ്ടി എങ്ങനെ തയ്യാറെടുക്കാം എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് മുന്നേ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഒരു നേച്ചർ ആദ്യം മനസ്സിലാക്കുക. നമുക്കറിയാം, നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റുകളുടെയും ഈ ഒരു ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ അത് ഫാക്കൽറ്റീസ് നിങ്ങളോട് പറയുന്നുണ്ട് എങ്ങനെയാണ് ഓരോ സബ്ജക്റ്റുകളും പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ എക്കണോമിക്സ് എങ്ങനെ പഠിക്കണം എന്നത് മനസ്സിലാക്കുന്നതിന് മുന്നേ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഒരു സ്വഭാവം നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അതായത് ഇതിൻ്റെ ഒരു 50% എന്ന് പറയുന്നത് നമുക്കിതിനെ 2 ഭാഗങ്ങളായിട്ട്, നമ്മൾ പറഞ്ഞു ഇന്ത്യൻ എക്കണോമി കേരള എക്കണോമി, അതല്ല എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ മുഴുവനായിട്ട് നമുക്ക് 2 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്താൽ അതിൽ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഫാക്ച്വലാണ്. ഫാക്റ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് വർഷം, അതുപോലെ സ്ഥാപനങ്ങളുടെ പേര്, ആൾക്കാരുടെ പേര്, നിലവിൽ വന്ന വർഷം, അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനുള്ളത്. അതേസമയം ബാക്കി 50 ഭാഗങ്ങൾ നമുക്ക് കോൺസെപ്ച്വലാണ്, അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള ഭാഗമാണ്. കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് ബാക്കി പകുതി ഭാഗം. അതായത് അപ്പോൾ നമ്മുടെ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ നമുക്ക് 2 ആക്കാം. ഒന്ന് ഫാക്ച്വൽ ആയിട്ടുള്ള, നമുക്ക് കാണാതെ പഠിക്കുക, വെറുതെ കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല, കുറച്ച് ആഴത്തിൽ മനസ്സിലാക്കി പഠിക്കാനുള്ളതാണെങ്കിലും. രണ്ടാമത്തത് പ്യുവർ കോൺസെപ്റ്റുകളാണ്. ഉദാഹരണം പറഞ്ഞാൽ ഇൻഫ്ലേഷൻ, മോണിറ്ററി പോളിസി, ഫിസ്ക്കൽ പോളിസി, GST, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, ഫോറക്സ്, അത്തരത്തിലുള്ള കുറച്ച് ടെക്നിക്കലായിട്ടുള്ള ടേംസ് നമുക്കിപ്പോൾ വാർത്തകളിലൊക്കെ പേപ്പറൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ ഇൻഫ്ലേഷൻ, റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് കാണാറുണ്ട്, കൺസ്യൂമർ ഇൻഫ്ലേഷൻ എന്ന് കാണാറുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ, IIP, ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞ് കുറേ ടെർമിനോളജീസ് നിങ്ങൾ കാണാറുണ്ട്. ഇതെല്ലാം തന്നെ എന്താണ്, ഇതെല്ലാം എന്ത് കോൺസെപ്റ്റാണ്, ഇതെങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്നത്, അതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, ഇപ്പോൾ ഇൻഫ്ലേഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഗവൺമെൻറ് അല്ലെങ്കിൽ RBI എങ്ങനെയാണ് ഇടപെടുന്നത്, ഇത്തരത്തിലുള്ള കോൺസെപ്റ്റുകളാണ് 50%. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺസെപ്റ്റുകൾ കാണാതെ പഠിച്ച് നമുക്ക് പോകാൻ പറ്റത്തില്ല. പകരം എന്താ ചെയ്യുക, ആ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി പഠിക്കുക. കാരണം അതിൽ നിന്ന് വരുന്ന കൂടുതലും ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളാണ്. കോൺസെപ്റ്റ് മനസ്സിലാക്കി ഒരു റിയൽ എക്കണോമിയിൽ, ഒരു റിയൽ വേൾഡിൽ
എന്ത് സംഭവിക്കുന്നു, അതിനനുസരിച്ച് നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളായിരിക്കും ഈ കോൺസെപ്റ്റിൽ നിന്ന് വരുന്നത്. ഈ ഫാക്ച്വൽ ചോദ്യങ്ങൾ വെറും ഒരു വർഷം, ഒരാളുടെ പേര് അല്ലെങ്കിൽ ഏത് നിയമം എന്നുള്ളതിനപ്പുറം സ്റ്റേറ്റ്മെന്റുകളായിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് എക്കണോമിക്സിന്റെ പ്രത്യേകത. 50% ഫാക്ച്വലും 50% കോൺസെപ്ച്വലുമാണ്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കുക, മുഴുവൻ കാണാതെ പഠിച്ച് നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല, ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു ബോധ്യം ഉണ്ടാകുക. മാത്രമല്ല, ഇവിടെ നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഈ കോൺസെപ്റ്റുകൾ ഒരിക്കൽ നിങ്ങൾ വൃത്തിക്ക് തറവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, അതാണ് നിങ്ങളുടെ ബേസ് എന്ന് പറയുന്നത്. വീട് വയ്ക്കുമ്പോൾ നമ്മുടെ ബേസ്മെന്റ് ഉണ്ടല്ലേ, അതുപോലെ എക്കണോമിക്സിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ് ആണ്. കോൺസെപ്റ്റ് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് എത്ര കാലം കഴിഞ്ഞാലും ആ കോൺസെപ്റ്റ് അതുപോലെ തന്നെ ഓർമ്മയിരിക്കും. കോൺസെപ്റ്റ് വീണ്ടും വീണ്ടും നമുക്ക് ഒന്നിൽ നിന്ന് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. 50% നിങ്ങളുടെ കയ്യിലുണ്ട്. പിന്നെ പേപ്പർ വായിക്കുന്ന സമയത്താണെങ്കിലും, ന്യൂസ് കാണുന്ന സമയത്താണെങ്കിലും, പുതിയ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്താണെങ്കിലും ഈ കോൺസെപ്റ്റിൻ്റെ മേലിലാണ് അതെല്ലാം ബിൽഡ് ചെയ്തെടുക്കുക. നമ്മൾ പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എക്കണോമിക്സ് പഠിക്കുമ്പോൾ ഒരിക്കൽ അത്യാവശ്യം സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ പിന്നീട് നമുക്ക് അവിടെ ബുദ്ധിമുട്ടേണ്ട കാര്യം വരില്ല. ഇത് കൂടാതെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഡൈനാമിക് സബ്ജക്റ്റാണ്. ഇതിനകത്ത് നമുക്ക് കറണ്ട് അഫെയർസ് എന്ന് പറയുന്ന ഒരു ഘടകം വരുന്നുണ്ട്. കറണ്ട് അഫെയർസ് ആനുകാലികം ഒഴിവാക്കി നമുക്കിവിടെ പഠിക്കാൻ പറ്റത്തില്ല. ആനുകാലികം എന്ന് പറയുമ്പോൾ സ്ഥാപനങ്ങളുടെ പേരോ വർഷമോ അതിൻ്റെ അധികാരികൾ ആരൊക്കെയെന്നോ അതിൻ്റെ ചെയർപേഴ്സണായിട്ട് അപ്പോയിന്റ് ചെയ്ത് ആരൊക്കെയെന്നോ അത്തരത്തിലുള്ള കറണ്ട് അഫെയർസ് നമുക്ക് വേണം. അതിലുപരിയായിട്ട് നമ്മുടെ രാജ്യത്ത് പുതിയതായിട്ടിപ്പോൾ തൊഴിലില്ലായ്മ നിരക്ക്, അതുപോലെ തന്നെ തൊഴിലില്ലായ്മയുടെ കാരണം ഓരോ റിപ്പോർട്ടിൽ വരുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ തൊഴിലില്ലായ്മ നിരക്ക് ഇത്ര ശതമാനമാണ്, അതിൻ്റെ കാരണങ്ങൾ ഇന്നതൊക്കെയാണ്. അപ്പോൾ അതിന് ബദലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന നമ്മുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്, വേ ഫോർവേഡ്, അത്തരത്തിലുള്ള ഒരു കറണ്ട് അഫെയർസ് പഠനം, ഒരു അനലിറ്റിക്കൽ അപ്രോച്ച് കറണ്ട് അഫെയർസിൽ നിങ്ങൾ എക്കണോമിക്സിൻ്റെ കാര്യം വരുമ്പോൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതായത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് വേ ഫോർവേഡ് നിർദ്ദേശങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ആ കറണ്ട് അഫെയർസ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു നിർദ്ദേശങ്ങളും കൂടെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അനലിറ്റിക്കൽ സ്കില്ല് നിങ്ങൾക്ക് കറണ്ട് അഫെയർസ് പഠിക്കുമ്പോൾ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ആവശ്യമാണ്. കറണ്ട് അഫെയർസ് നിർബന്ധമായിട്ടും പഠിക്കുക. കറണ്ട് അഫെയർസ് പഠിക്കുന്ന സമയത്ത് എക്കണോമിക്സിൻ്റെ പ്രത്യേകത, നമുക്ക് ബഡ്ജറ്റ് നോക്കേണ്ടതുണ്ട്. ഓരോ വർഷത്തെയും ബഡ്ജറ്റ് നമുക്കറിയാം, കേന്ദ്ര സർക്കാർ ബഡ്ജറ്റ് പുറത്തിറക്കാറുണ്ട്. കേരള എക്കണോമിയും കൂടെ നോക്കാനുള്ളതുണ്ട്, കേരള സർക്കാരിൻ്റെ ബഡ്ജറ്റ്. അപ്പം നമ്മൾ നോക്കി യൂണിയൻ ബഡ്ജറ്റും അതുപോലെ തന്നെ സ്റ്റേറ്റ് ബഡ്ജറ്റും രണ്ടുപേരുടെയും ബഡ്ജറ്റ് നമുക്കിവിടെ നോക്കേണ്ടതുണ്ട്. യൂണിയൻ ബഡ്ജറ്റും നോക്കണം, സ്റ്റേറ്റ് ബഡ്ജറ്റും നോക്കണം. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് പ്രധാനമായിട്ടും കേരള എക്കണോമി ആയിട്ടുള്ള ഡേറ്റ കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത് കൂടുതലായിട്ടും കേരള എക്കണോമിക് റിവ്യൂ എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്. കേരള എക്കണോമിക് റിവ്യൂ, കേരള സാമ്പത്തിക അവലോകനം, കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് എല്ലാ വർഷവും പുറത്തിറക്കുന്നതാണ് കേരള എക്കണോമിക് റിവ്യൂ. അതിൻ്റെ ബേസിസിലായിരിക്കും കേരള എക്കണോമിയുടെ ക്ലാസ്സുകൾ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. അത് എല്ലാ വർഷവും പുറത്തിറക്കുന്നുണ്ട്. ബജറ്റിനോടനുബന്ധിച്ചിട്ടായിരിക്കും അത് പുറത്തിറക്കുക. അതിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ക്ലാസ് എടുക്കുക. അപ്പോൾ അത് നമ്മുടെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കാരണം ഇനിയുള്ള ദിവസങ്ങൾ അത് മുഴുവനായിട്ട് വായിച്ച് തീർക്കാനുള്ള സമയം നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. പക്ഷേ അതിനെ ബേസ് ചെയ്തിട്ടുള്ള പുതിയ ഡേറ്റ ഇൻഫർമേഷൻ ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സിലൂടെ ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ അത് നമ്മൾ ക്ലാസ്സിൽ കവർ ചെയ്യുന്നുണ്ടാവും. അതിനൊപ്പം തന്നെ കേരള ബജറ്റും കവർ ചെയ്യുന്നുണ്ടാവും. അതുപോലെ ഇന്ത്യൻ എക്കണോമിയുടെ കാര്യം എടുത്താൽ യൂണിയൻ ഗവൺമെൻറ് ബജറ്റും അതുപോലെ തന്നെ യൂണിയൻ ഗവൺമെൻറ് എക്കണോമിക് സർവേ, സാമ്പത്തിക സർവേ, ഈ 2 ഡോക്യുമെൻ്റ് നമുക്ക് കവർ ചെയ്യാവുന്നതാണ് ക്ലാസ്സിലൂടെ, പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ കവർ ചെയ്ത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ക്ലാസ്സിലൂടെ തന്നെ, അല്ലെങ്കിൽ ഒരു കാര്യം പഠിക്കുമ്പോൾ അത്തരത്തിലുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും നമ്മൾ പരമാവധി ക്ലാസ്സിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ അതൊന്നും അറിഞ്ഞിരിക്കുക. കറണ്ട് അഫെയർസ് പഠിക്കുന്ന സമയത്ത് എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം മാറ്റി വെച്ച് പഠിക്കാൻ പറ്റുന്നതല്ല. സബ്ജക്റ്റ് റിലേറ്റഡ് കറണ്ട് അഫെയർസ് എന്ന് പറയുമ്പോൾ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഒരിക്കലും കറണ്ട് അഫെയർസ് മാറ്റി ഒരു പഠനം നമുക്ക് സാധ്യമല്ല. അപ്പോൾ ഫാക്ച്വൽ, കോൺസെപ്ച്വൽ പ്ലസ് കറണ്ട് അഫെയർസ് ആണ് നമ്മുടെ ഒരു സബ്ജക്റ്റിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളും, ഫാക്ച്വൽ, കോൺസെപ്ച്വൽ, കറണ്ട് അഫെയർസ്, ഈ 3 കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക നമ്മുടെ സബ്ജക്റ്റ്. അപ്പോൾ അത്തരത്തിലൊരു സബ്ജക്റ്റാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്, പറഞ്ഞ് മനസ്സിലായല്ലോ. ഇതിന് കറണ്ട് അഫെയർസ് നമ്മൾ പല കറണ്ട് അഫെയർ ഡെയിലി ന്യൂസുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും നമ്മുടെ ക്ലാസ്സിനകത്ത്. അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന പോലെ കേരള എക്കണോമിക് റിവ്യൂവിൽ നിന്നുള്ള ഇൻഫർമേഷൻ നമ്മൾ എടുക്കും. അതുപോലെ കേരള ബജറ്റിൻ്റെ കാര്യങ്ങൾ, ദെൻ ഇന്ത്യൻ എക്കണോമി പഠിക്കുമ്പോൾ യൂണിയൻ ബജറ്റ്, അതുപോലെ എക്കണോമിക് സർവേ, അതിൻ്റെ എല്ലാം ഡേറ്റ നമ്മൾ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുക. ഇനി ഏതൊരു സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്തും നിങ്ങൾ അറിഞ്ഞിരിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത് പഠിക്കണം, എന്ത് ഒഴിവാക്കണം. രണ്ടാമത് പറഞ്ഞ പോയിന്റാണ് ഇമ്പോർട്ടൻ്റ് അല്ലേ.
എന്ത് പഠിക്കണമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം നമ്മുടെ ഇന്ന് ഈ ഒരു ലോകത്ത്, നമ്മുടെ ഈ ഒരു ഇന്നത്തെ ഒരു ലോകത്ത് ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. യൂട്യൂബ് ചാനലുകളുണ്ട്, അതുപോലെ പല മാർഗ്ഗങ്ങളുണ്ട്, പല പുസ്തകങ്ങളുണ്ട്. പക്ഷേ ഇൻഫർമേഷൻ നമുക്ക് ആവശ്യമുള്ളത് മതി. നമ്മുടെ കയ്യിൽ പരിമിതമായിട്ടുള്ളത് സമയമാണ്. കുറച്ച് സമയം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ROI എന്നൊരു സംഗതി പരിഗണിക്കണം, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ ഈ സമയം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് തിരിച്ച് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം, അല്ലേ? നിങ്ങൾ കൃത്യമായിട്ട് ഉറപ്പുവരുത്തണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നുണ്ടോ. ഇപ്പോൾ എക്കണോമിക്സിനെ സംബന്ധിച്ചിടത്തോളം എക്കണോമിക്സ് പ്രിലിംസിനും ഉണ്ട്, മെയിൻസിനും ഉണ്ട്. ഇന്ത്യൻ എക്കണോമി പ്രിലിംസിനും ഉണ്ട്, മെയിൻസിനും ഉണ്ട്. കേരള എക്കണോമി പ്രിലിംസിനും ഉണ്ട്, മെയിൻസിനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, നമുക്കിതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ കിട്ടും. പക്ഷേ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം? നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തും സിലബസിലില്ലാത്ത കാര്യം അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ആവശ്യമുള്ളത് എന്ത്, ആവശ്യമില്ലാത്തത് എന്നൊരു വേർതിരിവ് നമുക്ക് വേണം. അതിനായി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ സിലബസ് തന്നെയാണ്. സിലബസ് കൃത്യമായിട്ട് നമുക്കറിയാം, നോട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് സിലബസ് എന്ത് ചെയ്തിട്ടുണ്ട്, PSC പുറത്തുവിട്ടിട്ടുണ്ട്. ആ സിലബസിനെ കുറച്ചും കൂടി ഒരു ടാബുലർ ഫോമിൽ, ഒരു ടേബിളാക്കി മാറ്റി, ടേബിൾസ് ആക്കി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം കുറച്ചും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി, എന്തൊക്കെ കൃത്യമായിട്ട് അതിനകത്ത് പഠിക്കണം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ടേബിൾ രൂപത്തിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊന്ന് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. അതിനകത്ത് ഇന്ത്യൻ എക്കണോമിക് സിലബസിനകത്ത് ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക്സ് ആയിരിക്കും നമുക്ക് നോക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ അത് അറിഞ്ഞിരിക്കണം. കാരണം എക്കണോമിക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ, എന്താണ് എക്കണോമിക്സ്, സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമുക്കറിയാം, പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി, അതൊക്കെ അറിഞ്ഞാലേ ന്യൂസിൽ വരുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതുപോലെ ഫാക്ടേഴ്സ്, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ എന്ന് പറയുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതുപോലെ നൊബേൽ പ്രൈസ്, അത്തരത്തിൽ ഇതെല്ലാം തന്നെ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ അത്ര കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഇനി അടുത്ത് നോക്കുന്നത് നമുക്ക് കുറച്ച് കോൺസെപ്റ്റുകളാണ്. ഈ താഴെ കൊടുത്തിരിക്കുന്ന എല്ലാം തന്നെ കോൺസെപ്റ്റുകളാണ്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കി, ഇവിടെ കൊടുത്തിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ അതിനകത്ത് ഇൻഫ്ലേഷൻ, അതൊരു എക്കണോമിക്സിലെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ്. എന്തൊക്കെ ഇൻഫ്ലേഷൻ, ഏതൊക്കെ തരത്തിലുള്ള ഇൻഫ്ലേഷൻ, എങ്ങനെ ഇൻഫ്ലേഷൻ മെഷർ ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് മോണിറ്ററി പോളിസി, നമുക്കറിയാം ഇൻഫ്ലേഷൻ നിയന്ത്രിക്കാൻ വേണ്ടി പണനയം പ്രഖ്യാപിക്കാറുണ്ട് റിസർവ് ബാങ്ക്, മോണിറ്ററി പോളിസി കമ്മിറ്റി, അത്തരത്തിലുള്ള കാര്യങ്ങൾ. ദെൻ ഫിസ്ക്കൽ പോളിസി, ധനനയം, കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്ന ഫിസ്ക്കൽ പോളിസി, അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ബഡ്ജറ്റ്, FRBM ആക്ട്. ദെൻ നാഷണൽ ഇൻകം, പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് നാഷണൽ ഇൻകം, ദേശീയ വരുമാനം. അതിനകത്താണ് നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് എന്താണ്, എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്താണ്, ഇത് തമ്മിൽ ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ദേശീയ വരുമാനത്തിനകത്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് എക്കണോമിക് ഗ്രോത്ത്, എന്താണ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പോലെ നാഷണൽ ഇൻകം എന്ന് പറയുന്ന ചാപ്റ്ററിന് അത് ഡിസ്കസ് ചെയ്യും. അതിനകത്ത് GDP, GNP, NDP, NNP, പെർ ക്യാപിറ്റ ഇൻകം. നമ്മുടെ രാജ്യം നമുക്കറിയാം ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന മേജർ എക്കണോമീസ്, പ്രധാനപ്പെട്ട സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ലോകത്തെ ഏറ്റവും വലിയ നിലവിൽ 5ാം സ്ഥാനത്താണ് ഇന്ത്യ എന്ന് പറയുന്ന സമ്പദ് വ്യവസ്ഥകൾ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട്. പക്ഷേ വികസനം എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ പേര് നമ്മൾ സൂചിപ്പിക്കാറില്ല. ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ പേര് പറയും, വികസനം എന്ന് പറയുമ്പം ഇന്ത്യയുടെ പേര് നമ്മൾ പറയാറില്ല. പകരം സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളെയാണ് നമ്മൾ വികസനം എന്ന് പറയുമ്പോൾ പറയാറുള്ളത്. അതെന്തുകൊണ്ടാണ് ആ ഒരു വ്യത്യാസം? അതെല്ലാം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം. കോൺസെപ്റ്റ് അറിഞ്ഞ് വേണം നമ്മൾ പഠിക്കാൻ. ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയയാണ് ഇന്ത്യൻ എക്കണോമി ആൻഡ് പ്ലാനിങ്. കാരണം ഇത് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാംസ് എടുത്തു കഴിഞ്ഞാലും എക്കണോമിക്സ് പഠിക്കുന്ന ഒരാൾ ഇന്ത്യൻ എക്കണോമിയിലെ പ്ലാനിങ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതിനകത്ത് പ്ലാനിങ്ങിൻ്റെ ഹിസ്റ്ററി, പഞ്ചവത്സര പദ്ധതി, പ്ലാനിങ് കമ്മീഷൻ, നീതി ആയോഗ് തുടങ്ങിയ കാര്യങ്ങളെ പറ്റി എല്ലാം തന്നെ നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്ന ഒരു ഏരിയ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്ലാനിങ് നമുക്ക് നോക്കണം. ദെൻ ഫൈനാൻഷ്യൽ മാർക്കറ്റ്, സാമ്പത്തിക വിപണിയെ പറ്റി പഠിക്കുമ്പോൾ അതിനകത്ത് മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്, നമ്മളിപ്പോഴെല്ലാം സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ പറ്റി, നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഷെയർ ട്രേഡിങ്, സ്റ്റോക്ക് ട്രേഡിങ്, ഡേ ട്രേഡിങ് നടത്തുന്ന ആൾക്കാരുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് അല്ലേ? എന്താണ് ആ ക്യാപിറ്റൽ മാർക്കറ്റ്, എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സെബി, RBI, അവരുടെ ഫങ്ഷൻസ് എല്ലാം തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ടാക്സേഷൻ, അത് മറ്റൊരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് ഡയറക്റ്റ് ടാക്സുകൾ, ഇൻഡയറക്റ്റ് ടാക്സുകൾ, പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി, അതിനകത്ത് GST, അതുപോലെ മറ്റ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടതുണ്ട്. മറ്റൊന്ന് അഗ്രികൾച്ചർ സെക്ടറാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മേഖലകളാണ് കാർഷിക മേഖല, വ്യവസായ മേഖല, അതുപോലെ സേവന മേഖല. അതിൽ കാർഷിക മേഖലയെ പറ്റി കൃത്യമായിട്ട് നമുക്ക് നോക്കണം. ഇന്ത്യയിലുണ്ടായിരുന്ന ലാൻഡ് റിഫോംസ്, കാർഷിക മേഖലയിൽ വന്നിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള മാറ്റങ്ങൾ, പ്രധാനപ്പെട്ട ക്രോപ്സ് ഏതാണ്, ക്രോപ്പിംഗ് പാറ്റേൺ, അതുപോലുള്ള കാര്യങ്ങൾ. ദെൻ ഫുഡ് സെക്യൂരിറ്റി, PDS, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവം. കാരണം അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്.
സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ആൻഡ് ഓർഗാനിക് ഫാമിംഗ്, ഇതെല്ലാം നമുക്ക് നോക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാനുള്ള മറ്റൊരു ഏരിയയാണ് ഇൻഡസ്ട്രിയൽ സെക്ടർ, വ്യാവസായിക മേഖല. അതിനകത്ത് ഇൻഡസ്ട്രിയൽ പോളിസി, MSME. നമുക്കറിയാം ഇത്തവണത്തെ ബജറ്റിലെല്ലാം തന്നെ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് 4 ഗവൺമെൻറ് ഇന്ത്യയുടെ ഡെവലപ്മെൻ്റൽ യാത്രയിലോട്ടുള്ള 4 എഞ്ചിനുകളിലൊന്ന് പ്രധാനപ്പെട്ടത് MSME ആണെന്ന് പറയുന്നുണ്ട്. ബജറ്റിനകത്തൊക്കെ കൃത്യമായിട്ടും MSMEനെ പറ്റി മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. കാരണം എല്ലാ വർഷവും ഗവൺമെൻറ് MSMEക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പുതിയ സ്കീമുകളൊക്കെ അനൗൺസ് ചെയ്യാറുണ്ട്. അത്രത്തോളം നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക്, പ്രത്യേകിച്ച് വ്യാവസായിക മേഖലയ്ക്ക് ഒരു പ്രധാനപ്പെട്ട ഊർജ്ജം നൽകുന്ന ഏരിയയാണ് MSME സെക്ടർ. മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസുകൾ, അവരെ പറ്റി നമുക്ക് നോക്കണം. നമ്മൾ സെസ് എന്ന് കേട്ടിട്ടുണ്ട്, സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ. അതെങ്ങനെയാണ് വ്യവസായ മേഖലയുടെ വളർച്ചയെ സഹായിക്കുന്നത്. നമുക്കറിയാം മേക്ക് ഇൻ ഇന്ത്യ സ്കീമിനെ പ്രൊമോട്ട് ചെയ്യുന്നത് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടതുണ്ട്. ഇനി എക്സ്റ്റേണൽ സെക്ടർ, ഇത് മറ്റൊരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ്. ഇന്ത്യ വിദേശ രാജ്യങ്ങളുമായിട്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്താറുണ്ട് അല്ലേ. നമ്മൾ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ പിന്നെന്താ ട്രംപ് ഇന്ന കാര്യങ്ങളിൽ ഇന്ത്യക്ക് മേൽ അതായത് ഈ പറയുന്ന പോലെ താരിഫുകൾ കൂടുതൽ ഏർപ്പെടുത്താൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകൾ നമ്മൾ കാണാറുണ്ട്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ പ്രാധാന്യം എന്താണ്, ഇന്ത്യയുടെ ഈ ഒരു വിദേശ വ്യാപാരത്തിൻ്റെ ആഴം എന്താണ്, ഇന്ത്യയുടെ കയറ്റുമതി എത്ര, ഇറക്കുമതി എത്ര, തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, ഇതിനൊക്കെ കൃത്യമായിട്ടൊരു കണക്കുണ്ട്. ഇന്ത്യ വിദേശ രാജ്യങ്ങളുമായിട്ട് വ്യാപാരം നടത്തുന്നതിനൊരു കൃത്യമായിട്ടൊരു കണക്കുണ്ട്. ഇറക്കുമതിക്കും കയറ്റുമതിക്കും, അതുപോലെ തന്നെ പൈസ ഇങ്ങോട്ട് വരുന്നതിലും പുറത്തോട്ട് പോകുന്നതിലും, അതിനെല്ലാം തന്നെ ഒരു രേഖപ്പെടുത്തുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. അതിനെപ്പറ്റി നമുക്ക് നോക്കണം. ഇൻഫ്രാസ്ട്രക്ചർ, നമുക്കറിയാം അടിസ്ഥാന സൗകര്യം, ഒരു രാജ്യത്തിൻ്റെ ഒരു സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് അടിസ്ഥാന സൗകര്യത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. റെയിൽവേ, അതുപോലെ എയർവേസ്, റോഡ് വേസ്, അതുപോലെ തന്നെ നമുക്കറിയാം പോർട്ടുകൾ, ഇതിനെല്ലാം പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് നോക്കണം മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയയാണ് പോപ്പുലേഷൻ, നമ്മുടെ രാജ്യത്തെ ജനസംഖ്യ വളർച്ച, അതുപോലെ തന്നെ ലിറ്ററസി, തൊഴിലില്ലായ്മ, അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ നമ്മുടെ ഓരോ പാരാമീറ്റേഴ്സ് നമ്മൾ പരിശോധിക്കണം. ദെൻ പല സൂചികൾ, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, പോവർട്ടി ഇൻഡെക്സ്, നാഷണൽ ഹാപ്പിനെസ് ഇൻഡെക്സ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് ഇന്ത്യൻ എക്കണോമി ഉണ്ട്, ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ഇത് കൃത്യമായിട്ട് നമുക്ക് NCERT ചാപ്റ്റർ 11 ക്ലാസ് 11 ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് തന്നെ ഇത് പറയുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഒരു മൊത്തത്തിലുള്ള ഒരു അവലോകനമാണ് നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്ന ഏരിയക്കകത്ത് നോക്കാനുള്ളത്. ഇത് ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ ആയിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോവുക. പറഞ്ഞാൽ മനസ്സിലായോ? ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ക്ലാസ്സുകൾക്കകത്ത് കവർ ചെയ്യുന്നത്. അത് ഈ പറയുന്ന പോലെ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, കാരണം PSC പേഴ്സ്പെക്റ്റീവിൽ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, UPSC നിലവാരത്തിലുള്ള ഈ പറയുന്ന പോലെ കോൺസെപ്റ്റുള്ള ചോദ്യങ്ങൾ. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ക്ലാസ് ആയിരിക്കും നമ്മുടെ KASന്, എക്കണോമിക്സിന്, ഇന്ത്യൻ എക്കണോമിക്ക് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി കേരള എക്കണോമി നോക്കിക്കഴിഞ്ഞാൽ, കേരള എക്കണോമി ഞാൻ പറഞ്ഞു കമ്പാരിറ്റീവ്ലി ഒരു പുതിയ ഒരു സബ്ജക്റ്റാണ്. അതിനകത്ത് നമ്മുടെ എക്കണോമി ഓഫ് കേരള, അതിൻ്റെ ഹിസ്റ്ററി ഓവർവ്യൂ, എക്കണോമിക് ഹിസ്റ്ററി നമുക്കൊന്ന് നോക്കണം. കേരളം ഇന്ന് ഐക്യ കേരളം രൂപീകരിക്കുന്നതിന് മുന്നേ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ ആയിരുന്ന സമയത്ത് അവിടുത്തെ ഒരു സാമ്പത്തിക ചരിത്രം നമുക്ക് നോക്കണം. എന്താണ് നമ്മുടെ കേരളത്തിൻ്റെ പോപ്പുലേഷൻ, നമുക്കറിയാം മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഡെവലപ്മെൻറ്റൽ ഇൻഡിക്കേറ്റേഴ്സ്, അത് വിദ്യാഭ്യാസം, ആരോഗ്യം, ജീവിത നിലവാരം, അതിലെല്ലാം തന്നെ കേരളം മുന്നിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിശോധിക്കണം. ഇനി കേരളത്തിൻ്റെ പല മേഖലകൾ, കാർഷികം, വ്യാവസായികം, സേവന മേഖല. ഇനി കേരളത്തിൻ്റെ വളർച്ചയിൽ ഒരു വലിയൊരു പങ്ക് വഹിച്ച മേഖലയാണ് കോഓപ്പറേറ്റീവ് സെക്ടർ, സഹകരണ മേഖല. അതിൻ്റെ ചരിത്രം, പ്രാധാന്യം, കേരള ബാങ്ക് എന്ന് പറയുന്ന പുതിയൊരു ഇനിഷ്യേറ്റീവ്, മറ്റ് കോഓപ്പറേറ്റീവ് സ്ഥാപനങ്ങളെയൊക്കെ പറ്റി നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കേണ്ടതുള്ളത് IT സെക്ടർ, കേരളത്തിൻ്റെ IT സെക്ടറിൻ്റെ ഒരു ഹിസ്റ്ററി, IT പാർക്കുകൾ, IT മേഖലയുടെ ഡെവലപ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങൾ ഈ ഒരു IT സെക്ടർ നമുക്കറിയാം. കാരണം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ IT പാർക്ക്, ഏറ്റവും വലിയ IT പാർക്ക്, ടെക്നോ പാർക്ക് നിലവിൽ വന്നത് കേരളത്തിലാണ്. കേരളത്തിൽ ഇന്ന് IT മേഖല വലിയ രീതിയിലുള്ള വളർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് നോക്കേണ്ടതുണ്ട്. ടൂറിസം, കേരള ഗോഡ്സ് ഓൺ കൺട്രി. മാത്രമല്ല ലോകത്തിൽ നമ്മൾ ജീവിതത്തിൽ സന്ദർശിച്ചിരിക്കേണ്ട ഡെസ്റ്റിനേഷൻസിൽ ഒന്നായിട്ട് കേരളത്തിന് പല സർവേകളിലും കേരളത്തിനെ ചൂസ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല കേരളത്തിൽ സാമ്പത്തിക മേഖലയിൽ, സമ്പദ് വ്യവസ്ഥയിൽ ടൂറിസം മേഖലയുടെ കോൺട്രിബ്യൂഷൻ എന്തുമാത്രം ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്നു. നമ്മുടെ കേരളത്തിൻ്റെ വരുമാനത്തിന് ഓൾമോസ്റ്റ് 10% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു മേഖലയാണ് ടൂറിസം സെക്ടർ. അപ്പോൾ ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്, വരുമാനത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട്, അതുപോലെ നമ്മുടെ ഒരു സാംസ്കാരികമായിട്ടുള്ള പൈതൃകം,
ലോകത്തിന് മുന്നിൽ കാണിക്കുന്ന ടൂറിസമാണ്. അത്തരത്തിലുള്ള ഒരുപാട് പ്രാധാന്യം ടൂറിസം മേഖലയ്ക്കുണ്ട്. അതിൻ്റെ കാര്യം നമുക്കൊന്ന് നോക്കണം. ഇൻഫ്രാസ്ട്രക്ചർ പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ നമുക്കറിയാം, ഒരുപാട് പ്രോജക്റ്റുകൾ നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി എന്ന് പറയുന്ന വലിയൊരു ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആഴക്കടൽ പോർട്ടാണ് വിഴിഞ്ഞം എന്ന് പറയുന്നത്. അതൊരു ഇത്തരത്തിലൊരു ട്രാൻസ്ഷിപ്മെന്റ് കണ്ടെയ്നർ, ഡീപ്പ് വാട്ടർ ട്രാൻസ്ഷിപ്മെന്റ് കണ്ടെയ്നർ പോർട്ടാണ് വിഴിഞ്ഞം എന്ന് പറയുന്നത്. അതിൻ്റെ പ്രാധാന്യത്തിനെ പറ്റി, എന്താണ് നമ്മുടെ രാജ്യത്തിന് വിഴിഞ്ഞം നൽകുന്ന പ്രാധാന്യം, അതിൻ്റെ ഗുണങ്ങൾ മറ്റൊരു പോർട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ സംവിധാനമായിട്ടുള്ള കൊച്ചി വാട്ടർ മെട്രോ തുടങ്ങിയ കാര്യങ്ങൾ. അതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നമ്മുടെ പ്രധാനമന്ത്രിയാണ് ഒരു കൊച്ചി വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യയിൽ മറ്റ് പല സംസ്ഥാനങ്ങളിൽ ഈ ഒരു മാതൃക നമ്മൾ എന്ത് ചെയ്യും, നടപ്പിലാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇനി എയർപോർട്ടുകൾ, അത്തരത്തിലുള്ള വികസനങ്ങൾ, മറ്റു കാര്യങ്ങൾ, കിഫ്ബി നമുക്കറിയാം. ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് കിഫ്ബിയുടെ പ്രാധാന്യം നമുക്ക് ഒരിക്കലും മാറ്റിവെച്ച് പറയാൻ പറ്റത്തില്ല. അപ്പോൾ കിഫ്ബി എന്താണ്, അതിനെപ്പറ്റി നമ്മൾ നോക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കേരള വികസന മാതൃക, കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റിനെ പറ്റി നമ്മൾ നോക്കണം. അതിനകത്ത് ഇൻട്രൊഡക്ഷൻ, ഫീച്ചേഴ്സ്, സവിശേഷതകൾ, പ്രവാസി. നമുക്കറിയാം നമ്മുടെ കേരളത്തിൻ്റെ വളർച്ചയിൽ, വികസനത്തിൽ ഒരു ഫ്യുവലായിരുന്നു കേരളത്തിലെ പ്രവാസികൾ എന്ന് പറയുന്നത്, അല്ലേ, പ്രവാസി മലയാളികൾ. അവരെ പറ്റി നമുക്കൊന്ന് നോക്കണം. നമുക്ക് എക്സ്പാട്രിയേറ്റ്സ് എന്നൊക്കെ അവർ വിളിക്കാറുണ്ട്. നമുക്കറിയാം കേരള വികസന മാതൃകയെ പറ്റി പറയുമ്പോൾ പലപ്പോഴും ഈ പറയുന്ന പോലെ അതിൻ്റെ സസ്റ്റൈനബിലിറ്റിനെ പറ്റിയും അതൊരു നല്ല മോഡലാണോ എന്നുള്ള ചോദ്യങ്ങൾ, പല ചർച്ചകളൊക്കെ പല സമയങ്ങളിലും ഈ കേരള വികസന മാതൃകയെ പറ്റി വരുന്നുണ്ട്. അപ്പോൾ എന്താണ് കേരള വികസന മാതൃക, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്, അത് സസ്റ്റൈനബിൾ ആണോ അല്ലയോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്കിവിടെ നോക്കാനുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആരോഗ്യ മേഖലയുടെ പെർഫോമൻസ്, കേരള മാതൃകയായിട്ട് ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മേഖല, സ്ത്രീ ശാക്തീകരണം, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഡെവല്യൂഷൻ ഓഫ് പവർ, ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്കതിനകത്ത് നോക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്, കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ്. നമുക്കറിയാം ഇന്നും കേരള സംസ്ഥാനം പഞ്ചവത്സര പദ്ധതികൾ തുടരുന്നു. ഇന്ത്യയിൽ മൊത്തത്തിൽ നാഷണൽ ലെവൽ പഞ്ചവത്സര പദ്ധതികൾ അവസാനിപ്പിച്ചപ്പോഴും പ്ലാനിംഗ് കമ്മീഷനെ പിരിച്ചുവിട്ടപ്പോഴും ഇന്ത്യയിൽ ഇപ്പോഴും സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡുണ്ട്. മാത്രമല്ല നമ്മൾ പഞ്ചവത്സര പദ്ധതികൾ തുടരുന്നുണ്ട്. ഇതുകൂടാതെ മിസലേനിയസ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് ആയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് സിലബസിനകത്ത് നോക്കാനുള്ളത്. അപ്പോൾ എന്ത് പഠിക്കണം, എന്ത് പഠിക്കേണ്ട എന്നറിയുന്നതിനായിട്ട് നമുക്ക് സിലബസ് ആദ്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ ഏതൊരു എക്സാമിനെന്ന പോലെ തന്നെ AS എക്സാമിനും സിലബസ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. ഇന്ന കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന കാര്യം പഠിക്കുമ്പോൾ, ഇന്ന കാര്യം വായിക്കുമ്പോൾ അത് നമുക്ക് വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം ബോധ്യപ്പെടുക. അതിനുശേഷം അത് വായിക്കുക, അത് പഠിക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ സിലബസ് ഒരു മനപ്പാഠമൊക്കെ, അല്ലെങ്കിൽ സിലബസ് നിങ്ങൾ പലതവണ ആവർത്തിച്ച് വായിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് ഒഫീഷ്യൽ സിലബസ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഈ പറയുന്ന പോലെ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലത്തെ ആ ഒരു സിലബസ് നിങ്ങൾക്ക് വായിച്ചാലും മതി. ഇന്ന് കുറച്ചുകൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ സിലബസിനെ ഈ ഒരു രൂപത്തിൽ മാറ്റിയിട്ടുള്ളത്. ഇനി പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മളൊരു എക്സാമിന് വേണ്ടിയാണ് പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചോദ്യങ്ങൾ ഏത് രീതിയിലായിരിക്കും വന്നിട്ടുണ്ടായിരിക്കും. നമുക്കറിയാം KS ഒരേ ഒരു തവണ നടന്നിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ചോദ്യം മാത്രമേ നമുക്ക് അവൈലബിൾ ഉള്ളൂ, ഒരു ചോദ്യ പേപ്പർ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ, പ്രിലിംസിനും അതുപോലെ തന്നെ മെയിൻസിനും. അപ്പോൾ അത് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മനസ്സിലായല്ലോ? പ്രിലിംസിന് കോമൺ ആയിരുന്നു, അതേസമയം മെയിൻസിന് വന്നപ്പോൾ 2 ചോദ്യ പേപ്പറുകൾ നമുക്ക് ലഭ്യമായിരുന്നു. കാരണം സ്ട്രീം 2നും 3നും ഉള്ള ഒരെണ്ണം, അതുപോലെ സ്ട്രീം 1നുള്ള വേറൊരെണ്ണം. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രിലിംസിൻ്റെ ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എന്താണ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ആൻസർ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നതിന് മുന്നേ പേടിപ്പിക്കുകയല്ല ചെയ്യുന്നത്. പകരം ചോദ്യങ്ങൾ ഇന്ന രീതികളിൽ വരാം. അപ്പം നിങ്ങളുടെ സ്ട്രാറ്റജി, പഠനത്തിൻ്റെ സ്ട്രാറ്റജി ആ ഒരു രീതിയിലായി മാറ്റണം എന്നത് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ചോദ്യങ്ങൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ആദ്യം നോക്കിയേ, ഇവിടെ ഒരു ഫസ്റ്റ് കൊടുത്തിട്ടുള്ള ഒരു ചോദ്യം ഇന്ത്യൻ എക്കണോമിയായിട്ട് ബന്ധപ്പെട്ട് പ്രിലിംസിന് KSന് ചോദിച്ചൊരു ചോദ്യമാണ്. Which constitutional amendment is done to pass the GST bill? GST ബില്ല് പാസ്സാക്കാൻ വേണ്ടി കൊണ്ടുവന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഏതാണ്? ഇതിൽ ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ ഇത് ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന നിലവിൽ UPSCക്കോ PSCക്കോ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് 100% ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണിത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം 101 ഭരണഘടനാ ഭേദഗതി നിയമം, 122 ഭരണഘടനാ ഭേദഗതി ബില്ലുമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വന്നത്. ഏത് GST ബില്ല് പാസ്സാക്കാനാണ്? വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്? 101 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആണ് കൊണ്ടുവന്നത്, അല്ലേ? 101 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് കൊണ്ടുവന്നു 122 ബില്ല് പാസ്സാക്കാൻ. നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മളിവിടെ നോക്കാനുള്ളത്, നിങ്ങളിവിടെ നിന്ന് എന്താ മനസ്സിലാക്കാനുള്ളത്?
ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം KS പ്രിലിംസിന് വന്നു. ഈ രീതിയിലുള്ള പ്യുവർ ആയിട്ടുള്ള ഒരു ഫാക്ച്വൽ ചോദ്യം KSന് എക്കണോമിക്സിന് വരാം. അതുപോലെ അടുത്തൊരു ചോദ്യം നോക്കി, വിച്ച് ഓഫ് ദ ഫോളോയിങ് കുഡ് ബി സെഡ് ടു ഹാവ് പ്രിവെന്റഡ് ദ ട്രിക്കിൾ ഡൗൺ എഫക്ട്സ് ഇൻ ഇന്ത്യൻ എക്കണോമി. ഇന്ത്യൻ എക്കണോമിയിൽ ട്രിക്കിൾ ഡൗൺ എഫക്റ്റ്, ഇനിഞ്ഞിറങ്ങൽ സിദ്ധാന്തം നിങ്ങൾ കണ്ടിട്ടില്ലേ? അതായത് വൈൻ ഗ്ലാസ് ഒക്കെ അടുക്കി വെക്കുന്ന സമയത്ത് ഏറ്റവും ടോപ്പിൽ ഒരു വൈൻ ഗ്ലാസ് ഉണ്ടാവും, താഴെ കുറച്ച് കൂടുതൽ, അതിൻ്റെ താഴെ കുറച്ച്, ഇങ്ങനെ ഒരു പിരമിഡ് പോലെ എന്ത് ചെയ്തിട്ടുണ്ട്, വെച്ചിട്ടുണ്ടാവും. മുകളിൽ വൈൻ ഗ്ലാസ്സിൽ വൈൻ ഒഴിക്കുമ്പോൾ അതെന്ത് ചെയ്യും, താഴേക്കുള്ള മറ്റത് നിറഞ്ഞു കവിഞ്ഞ് താഴോട്ടുള്ള മറ്റ് വൈൻ ഗ്ലാസ്സുകളിലോട്ട് താഴോട്ട് ഒഴുകി വീഴുന്ന കണ്ടിട്ടുണ്ടാവും. അവസാനം ആകുമ്പോൾ എന്ത് ചെയ്യും, കുറേ സമയം കഴിയുമ്പോൾ എല്ലാം തന്നെ അങ്ങ് നിറയും. അതാണ് ട്രിക്കിൾ ഡൗൺ എഫക്റ്റ് എന്ന് പറയുന്നത്. കിനിഞ്ഞിറങ്ങൽ, മുകൾ തട്ടിൽ കൂടുതൽ വൈൻ ഒഴിക്കുന്നു, താഴെ തട്ടിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്രെഡ് ആകുന്നുണ്ട്. ഇത് എക്കണോമിയിലോട്ട് വരുമ്പോൾ പണക്കാർക്ക് കൂടുതൽ പണം കിട്ടുന്നു, അവർ അത് താഴെ തട്ടിൽ മിഡിൽ ഇൻകം ആൾക്കാർക്കും പുവർ പീപ്പിളിലോട്ട് ആ പണം എത്തുന്നു, കുറച്ച് സമയം എടുക്കും. അതിനാണ് ട്രിക്കിൾ ഡൗൺ എന്ന് പറയുന്നത്. ആ ട്രിക്കിൾ ഡൗണുമായിട്ട് ബന്ധപ്പെട്ട് അത് ഈ പറയുന്ന പോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് കുഡ് സെഡ് ടു ഹാവ് പ്രിവെന്റഡ് ദ ട്രിക്കിൾ ഡൗൺ ഇന്ത്യൻ എക്കണോമിയിൽ എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ എന്താണ് ഈ ഒരു ചോദ്യം എന്ന് വെച്ചാൽ കോൺസെപ്ച്വൽ ചോദ്യമാണ്. ട്രിക്കിൾ ഡൗൺ എഫക്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രമേ ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കി, ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഫാക്ച്വൽ ചോദ്യം കൊടുത്തു, അതുപോലെ തന്നെ ഒരു കോൺസെപ്ച്വൽ ചോദ്യം കൊടുത്തു. എന്താണ് ട്രിക്കിൾ ഡൗൺ എഫക്റ്റ്, അതെങ്ങനെയൊക്കെയാണ് സംഭവിക്കുക, അതിന് താഴെ കൊടുത്തിട്ടുള്ളതിൽ അത് ഏതൊക്കെ നടമ്പോഴാണ് ഈ ട്രിക്കിൾ ഡൗൺ പ്രിവെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഞാനിവിടെ ഈ രണ്ട് ചോദ്യങ്ങൾ എടുക്കാൻ കാരണം പ്രിലിംസിന് ഫാക്ച്വൽ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. ഫാക്ച്വൽ എന്ന് പറയുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു ഫാക്ച്വലും അതുപോലെ ഒരു കോൺസെപ്ച്വൽ ചോദ്യവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കി, ഇത് രണ്ടും ഇന്ത്യൻ എക്കണോമിയായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഇത് കേരള എക്കണോമിയായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. കേരള എക്കണോമിയായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം കൊടുത്തിരിക്കുന്നത്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. കമ്പയർഡ് ടു പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ടർ, സർവീസ് സെക്ടർ ഷെയർ ഈസ് ഡോമിനേറ്റിംഗ് ഇൻ കേരളാസ് GSDP. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ പലപ്പോഴും ഇന്ത്യൻ എക്കണോമി അല്ലെങ്കിൽ എക്കണോമിക്സ് പഠിക്കുമ്പോൾ GDPനെ പറ്റിയാണ് പഠിക്കുന്നത് അല്ലേ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഇവിടെ GSDP എന്നാണ് കൊടുത്തിട്ടുള്ള, ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. സംസ്ഥാനങ്ങളുടെ GDPനാണ് നമുക്ക് GSDP എന്ന് പറയാവുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, കേരളത്തിൻ്റെ GSDP ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കേരളത്തിൻ്റെ GSDPയിൽ നോക്കുമ്പോൾ പ്രൈമറിയും സെക്കൻഡറിയും സെക്ടറിൻ്റെ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സർവീസ് സെക്ടറിൻ്റെ ഷെയർ വളരെ കൂടുതലാണ് കേരളത്തിൻ്റെ സംസ്ഥാന വരുമാനത്തിൽ. പ്രൈമറിയും സെക്കൻഡറി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സർവീസ് സെക്ടർ അല്ലെങ്കിൽ സേവന മേഖലയുടെ ഷെയർ കുറച്ച് കൂടുതലാണ്. ഇതറിയണമെങ്കിൽ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു നില നമുക്ക് പരിശോധിക്കണം. ഏത് മേഖലയാണ് കൂടുതൽ, ഏത് മേഖല നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്, കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്ന ഏത് മേഖലയാണ്, സംസ്ഥാന വരുമാനത്തിൽ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഏത് മേഖല. ഇതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ള എന്താ ശരിയാണ്, കാരണം സർവീസ് സെക്ടർ തന്നെയാണ് കേരളത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. കമ്പയർ ടു പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ടർ, സർവീസ് സെക്ടറിന്റെ ഷെയർ ആണ് ഡോമിനേറ്റിംഗ് കേരളത്തിന്റെ സംസ്ഥാന വരുമാനം. നമുക്കറിയാവുന്ന കാര്യം. പക്ഷെ ഇതെങ്ങനെ അറിയും? അതിന് നമ്മുടെ കേരളത്തിന്റെ ബജറ്റ്, കേരളത്തിന്റെ എക്കണോമിക് സർവേ, അതുമായിട്ട് കേരളമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റിപ്പോർട്ടുകൾ, അത് പഠിച്ചാൽ മാത്രമേ ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കറണ്ട് അഫെയർസുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളൊരു ചോദ്യമാണ് കേരള എക്കണോമി ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, കേരള എക്കണോമിയിൽ കൂടുതൽ കറണ്ട് അഫെയർസുമായിട്ട് ബന്ധപ്പെട്ട് അനലറ്റിക്കൽ ചോദ്യങ്ങൾ വരാം. അടുത്ത്, ബട്ട് ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ഓർ വർക്ക് ഫോഴ്സ് സെക്കൻഡറി സെക്ടർ ഈസ് ഡോമിനേറ്റിംഗ്. പക്ഷേ ഇവിടെ കൊടുത്തിട്ടുള്ള രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ദ്വിതീയ മേഖലയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അല്ല, അതും തൃതീയ മേഖല തന്നെയാണ്. നിങ്ങൾക്കിത് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നിങ്ങൾ ഇതുവരെ പഠിച്ചു തുടങ്ങിയില്ല. ഇത് പഠിച്ചു തുടങ്ങിയതിന് ശേഷം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ വീണ്ടും ഒന്നും കൂടെ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ ഇത് കറക്റ്റാക്കിയാൽ മതി. പക്ഷേ ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞില്ല, എനിക്കറിയില്ല, അയ്യോ എനിക്ക് KS എക്സാം എഴുതാൻ പറ്റുമോ, ഞാൻ ബുദ്ധിമുട്ടായിരിക്കും എക്കണോമിക്സ് എന്ന് പേടിക്കേണ്ട കാര്യമില്ല. കാരണം പഠിക്കാതിരിക്കുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. നമ്മളൊന്നും ഇതുവരെ പഠിച്ചിട്ടില്ല, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഞാൻ പലപ്പോഴും മുന്നത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ എനിക്ക് അറിയില്ലല്ലോ, എനിക്ക് ബുദ്ധിമുട്ടായിരിക്കുമോ പഠനം, അതുകൊണ്ട് ആൻസർ പറയാതെ പോകുന്നു, ജസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം പറഞ്ഞു പോകുന്നത്. പഠിച്ചതിന് ശേഷം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വന്ന് നോക്കി. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ആൻസറൊക്കെ നിങ്ങൾ മറന്നു പോകും. ഒന്നും കൂടെ വന്ന് നോക്കി, അപ്പോൾ നിങ്ങൾ പഠിച്ചത് വെച്ചിട്ട് ഇതിൻ്റെ ആൻസറിലോട്ട് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റും. അത്രയും മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കേരള എക്കണോമിയായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്, കറണ്ട് അഫെയർസുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. അതുകൊണ്ട് നമ്മളിവിടെ പറഞ്ഞ പോലെ ഒരു ഫാക്ച്വൽ ചോദ്യം വന്നു, ഒരു കോൺസെപ്ച്വൽ ചോദ്യം വന്നു, ഒരു കറണ്ട് അഫെയർസുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു 3 കാര്യങ്ങൾ, ഫാക്റ്റാണ് പകുതി കോൺസെപ്റ്റാണ്, പക്ഷെ രണ്ടിൻ്റെയും കറണ്ട് അഫെയർസ് നമുക്ക് ആവശ്യമാണ്. ഇനി മറ്റൊരു കാര്യം, ഇവിടെ കറണ്ട് അഫെയർസ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. എന്താണ് GSDP, എന്താണ് GDP, എന്താണ് ഈ പറയുന്ന ഓരോ സെക്ടർ എന്നൊക്കെ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ? എന്താണ് GSDP? കേരളത്തിൻ്റെ GSDPയിൽ സേവന മേഖല മുന്നിട്ട് നിൽക്കുന്നു, അതെന്താ എന്ന് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ
ഇതിൻ്റെ ആൻസർ എഴുതാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ GDP പഠിച്ചിട്ടുള്ളൂ, മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. നാഷണൽ ഇൻകം പഠിക്കുന്ന സമയത്ത് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിയാലേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് അടുത്ത് നോക്കിയേ, മെയിൻസിൻ്റെ കുറച്ച് ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. മെയിൻസിന് വന്നിട്ടുള്ള ചോദ്യങ്ങളുടെ നിലവാരം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്? ഇവിടെ കൊടുത്തിട്ടുള്ളത് കമ്പയർ കേരള എക്കണോമി വിത്ത് ഇന്ത്യ ഇൻ ടേംസ് ഓഫ് GDP ഓർ GSDP ഗ്രോത്ത് ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം ലെവൽ സിൻസ് 2011-12. ഇത് മെയിൻസിന്, KASന്റെ മെയിൻസിന് ചോദിച്ചൊരു ചോദ്യം. ഇവിടെ കണ്ടോ, ഇന്ത്യയും കേരളവും ഒഴിവാക്കി പഠിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഇന്ത്യ മാത്രമേ പഠിക്കുന്നുള്ളൂ, കേരളം ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞ് പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം കേരള എക്കണോമീനെ ഇന്ത്യൻ എക്കണോമിയായിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്യുക. GDPയും GSDP എന്ന് വെച്ചാൽ സംസ്ഥാന വരുമാനത്തിൻ്റെ കാര്യത്തിലും ദേശീയ വരുമാനത്തിൻ്റെ കാര്യത്തിലും ഒരു കമ്പാരിസൺ നടത്തുക. അതുപോലെ ഗ്രോത്ത്, പെർ ക്യാപിറ്റ ഇൻകം തുടങ്ങിയ കാര്യങ്ങളിൽ ഇതറിയണമെങ്കിൽ ഇന്ത്യൻ എക്കണോമി പഠിക്കണം, കേരള എക്കണോമി പഠിക്കണം, ഇന്ത്യൻ എക്കണോമിയുടെ ഗ്രോത്ത് റേറ്റ് പഠിക്കണം, ഇന്ത്യൻ എക്കണോമിയുടെ ദേശീയ വരുമാനത്തിനെ പറ്റി പഠിക്കണം, കേരള എക്കണോമിയുടെ ഗ്രോത്ത് റേറ്റിനെ പറ്റി പഠിക്കണം, സംസ്ഥാന വരുമാനത്തിനെ പറ്റി പഠിക്കണം, പെർ ക്യാപിറ്റ ഇൻകത്തിനെ പറ്റി പഠിക്കണം. ഇത് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടേ പോകത്തുള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന കാര്യം കമ്പയർ ചെയ്തേ പഠിക്കാൻ പറ്റത്തുള്ളൂ. കമ്പയർ ചെയ്ത് പഠിച്ചിട്ടേ നമ്മൾ പോകത്തുള്ളൂ. അതുകൊണ്ട് ആ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ എന്താണ് ഈ പറയുന്ന പോലെ ഈ ആൻസർ ചെയ്യാൻ നിങ്ങൾ ഉറപ്പായിട്ടും റെഡി ആയിരിക്കും. പക്ഷേ വേറൊരു പ്രത്യേകത, വെറുതെ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. ആൻസർ റൈറ്റിംഗ് സ്കില്ല് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഒരു ആൻസർ എഴുതുന്ന സമയത്ത് ഒരു ഫ്രെയിം വർക്ക് ഉണ്ടല്ലേ, അതായത് ഒരു സ്ട്രക്ചർ ഉണ്ട് ആൻസറിന്. ഏതൊരു ക്വസ്റ്റ്യനും എഴുതുമ്പോൾ നമ്മുടെ മെയിൻസിന് ഒരു സ്ട്രക്ചർ ഉണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ തവണത്തെ KASന്റെ മെയിൻസ് എഴുതിയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, വളരെ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസ് മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ആൻസർ എഴുതാൻ വേണ്ടി. UPSC മാതിരി വലിയ രീതിയിലുള്ള സ്പേസ് ഒന്നും കിട്ടത്തില്ല, ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ആൻസർ, നിങ്ങൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ ഉൾപ്പെടുത്തുക. അതിനുവേണ്ടി നിങ്ങൾക്ക് സ്കില്ല്, റൈറ്റിംഗ് സ്കിൽ, ആൻസർ റൈറ്റിംഗ് സ്കില്ല് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അതിന് നിങ്ങൾ പരമാവധി പ്രാക്ടീസ് ചെയ്യുക, മനസ്സിലായല്ലോ. അല്ലാതെ ഇന്ന് ഞാൻ കാണുന്ന എല്ലാം വായിച്ച് പഠിക്കുന്നു, എക്സാമിൻ്റെ അന്ന് ഞാൻ എഴുതി എൻ്റെ ഒരു മാജിക് കാണിക്കും എന്ന് നിങ്ങൾ വിചാരിച്ചാൽ നടക്കത്തില്ല. പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്, അത് മാത്രമേ നടക്കത്തുള്ളൂ. വെറുതെ നിങ്ങളുടെ കയ്യിൽ എല്ലാ കാര്യങ്ങളും അറിയാം, എനിക്ക് എക്കണോമി ഫുൾ അറിയാം, കോൺസ്റ്റിറ്റ്യൂഷൻ ഫുൾ അറിയാം, ജോഗ്രഫി ഫുൾ അറിയാം, കാര്യമില്ല. കാരണം ഇവിടെ കറപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രിലിംസ് പാസ്സായി മെയിൻസിലോട്ട് പോകുമ്പോൾ, നിങ്ങളെല്ലാവരും പ്രിലിംസ് പാസ്സാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടൊന്നുമില്ല. അത് കഴിഞ്ഞ് നിങ്ങളുടെ മെയിൻസിലോട്ട് പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് മുന്നിൽ എഴുത്താണുള്ളത്. എഴുതി പാസ്സാകണമെങ്കിൽ സ്കില്ല് വേണം. ആ സ്കില്ല് എങ്ങനെയാണ്? പെട്ടെന്നൊരു ദിവസം ഉണ്ടാകുന്നതല്ല. നിങ്ങളുടെ പ്രാക്ടീസിലൂടെ, നിങ്ങളുടെ പരമാവധി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ, നിങ്ങളുടെ സമയം മാറ്റി എഴുതി പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് സ്കില്ലെന്ന് പറയുന്നത്. പറഞ്ഞ മനസ്സിലായി. അത് മെച്ചപ്പെടുത്തുക. നമുക്കറിയില്ലേ, മിനുസപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു ലിമിറ്റഡ് സ്പേസിനകത്ത് നിന്ന്. അത് മനസ്സിലാക്കുക. അടുത്തൊരു ചോദ്യം, പോയിന്റ് ഔട്ട് ദി ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലാനിംഗ് കമ്മീഷൻ നീതി ആയോഗ്. നമ്മൾ പഠിക്കുന്ന പ്ലാനിംഗ് കമ്മീഷൻ നീതി ആയോഗം പഠിക്കുമ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പഠിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇനി മറ്റൊരു പ്രത്യേകത നോക്കിയേ, ഇവിടെ നമ്മൾ പറഞ്ഞത് പ്രകാരം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന പോലെ ഇവിടെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ദ യുണീക്ക് ഒബ്ജക്റ്റീവ് ഓഫ് 8th പ്ലാൻ, 8ാം പഞ്ചവത്സര പദ്ധതിയുടെ യുണീക്ക് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? 8ാം പഞ്ചവത്സര പദ്ധതിയുടെ യുണീക്ക് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് ഇവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം പഞ്ചവത്സര പദ്ധതി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്താ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായത്? പ്ലാനിംഗ് കമ്മീഷൻ നീതി ആയോഗിനെ പറ്റി മെയിൻസിലൊരു ചോദ്യം വന്നിട്ടുണ്ട്, പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പ്രിലിംസിലൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഞാൻ ഈ ചോദ്യം എടുത്തതിൻ്റെ ഉദ്ദേശം, ഇത് ഈ ഒരു ഏരിയയിൽ നിന്ന് മാത്രമല്ല, പല ഏരിയയിലും ഇത്തരത്തിൽ മെയിൻസിനും പ്രിലിംസിനും ചോദ്യങ്ങൾ വരാറുണ്ട്. കാരണം രണ്ടിൻ്റെ സിലബസ് സെയിം ആയതുകൊണ്ട് തന്നെ മെയിൻസിനും പ്രിലിംസിനും ഒരേ ഏരിയയിൽ നിന്ന് ആവർത്തിച്ച് ചോദ്യങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ നാഷണൽ ഇൻകോയായിട്ട് ബന്ധപ്പെട്ട് പ്രിലിംസിനും മെയിൻസിനും ചോദ്യം വരാം. നിങ്ങളുടെ പഠനം എന്ന് പറയുന്നത്, നിങ്ങളുടെ പഠനത്തിനുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത്, പ്രിലിംസിന് വേണ്ടി ഞാൻ ആദ്യം പഠിക്കും, അത് പാസ്സായതിനു ശേഷം മെയിൻസിന് വേണ്ടി ഞാൻ പഠിക്കും. ഈ സ്ട്രാറ്റജി വേണ്ട നമുക്ക്. കാരണം എന്താ? അങ്ങനെ പഠിക്കാൻ നമുക്ക് UPSC പോലെ ഒരു വർഷത്തിനുള്ള പ്രിപ്പറേഷനോ അതിനുള്ള സമയം നമ്മുടെ കയ്യിലില്ല. നമ്മുടെ കയ്യിലുള്ള വളരെ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ബെനിഫിറ്റ്. കാരണം നിങ്ങൾ പ്രിലിംസ് പാസ്സായാൽ മെയിൻസ് നിങ്ങളുടെ ഫ്രണ്ടിൽ വരുന്നുണ്ട്. അതിനുവേണ്ടി പഠിച്ച കാര്യം ഒന്നേന്ന് പഠിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് അല്ലേ, വളരെ സമയമെടുക്കും. കാരണം ആ സമയത്ത് പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾ ചെയ്യാനുള്ളത് ഒരു പ്രിലിംസിനും മെയിൻസിനും വേണ്ടി ഒരുമിച്ചിട്ടുള്ളൊരു അപ്രോച്ചാണ് നിങ്ങൾ എടുക്കാനുള്ളത്. അതിൻ്റെ അർത്ഥം പഠിക്കുമ്പോൾ, ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ആഴത്തിൽ തന്നെ പഠിക്കുക. ഒരു ആൻസർ റൈറ്റിംഗ് നടത്താനുള്ള ഒരു ലെവലിൽ തന്നെ നിങ്ങൾ പ്രിലിംസിന് പഠിക്കുക. ഇപ്പോൾ ഉദാഹരണം നോക്കിയേ,
ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കുമ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകും. പ്രിലിംസിന് ചോദ്യം വന്നിട്ടുണ്ട്, അതേ ഏരിയയിൽ മെയിൻസിനും ചോദ്യം വന്നിട്ടുണ്ട്. മെയിൻസിന് ആൻസർ എഴുതണം എന്തായാലും, അതിന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, ഡെപ്തിൽ നോളജ് വേണം. അല്ലാതെ പുറമേ ഒരു കാര്യം ഉണ്ടായി ഗ്യാസ് ബാക്കി അടിച്ച് കയറ്റി നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ നോളജ് വേണമെങ്കിൽ നിങ്ങൾ ആഴത്തിൽ പഠിക്കണം. ആഴത്തിൽ പഠിക്കുമ്പോൾ എന്തായാലും പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അപ്പോൾ മെയിൻസിനും കൂടെ വേണ്ടി ഡെപ്തിൽ പഠിക്കുക. അപ്പം നിങ്ങളുടെ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ പ്രിലിംസ് മെയിൻസ് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കണം. പ്രിലിംസിനും മെയിൻസിനും വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി ആയിരിക്കണം. മെയിൻസിന് വേണ്ടി സെപ്പറേറ്റ് മാറ്റി വെക്കരുത്, അത് പിന്നീട് പഠിക്കാന്ന് പറഞ്ഞാൽ മാറ്റി വെക്കരുത്. ആഴത്തിൽ തന്നെ ആൻസർ എഴുതാൻ പറ്റുന്ന രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കാര്യമാണ് എനിക്ക് എക്കണോമിക്സിനെ പറ്റി പറയാനുള്ളത്. കേരള കോൺസെപ്റ്റ്, ഫാക്ട്സ്, കറണ്ട് അഫെയർസ്, ഈ കാര്യങ്ങൾ. പിന്നെ ന്യൂസ് പേപ്പർ ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. ന്യൂസ് പേപ്പർ ഇനി എത്രത്തോളം സമയമുണ്ട് നമുക്കറിയില്ല വായിക്കാൻ, എന്നിരുന്നാലും കറണ്ട് അഫെയർസ് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് അപ്ഡേറ്റഡ് ആയിരിക്കും. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന വാർത്തകളിൽ വരുന്ന കേരളമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ട്, ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ട്, കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അപ്ഡേറ്റഡ് ആയിരിക്കുക. അപ്പോൾ ഇത്തരത്തിലൊരു കാര്യമാണ് എനിക്ക് നിങ്ങളുടെ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഒരു സബ്ജക്റ്റ് ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ വേണ്ടത് പഠിക്കുക, വേണ്ടാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക. നിങ്ങളുടെ പഠനം കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി പഠിക്കുക. നമ്മുടെ ക്ലാസ്സുകൾ എല്ലാം തന്നെ കോൺസെപ്റ്റുകളെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ഒരു സഹകരണമാണ് എനിക്ക് ആവശ്യം. നമ്മൾ ഒരുമിച്ച് പഠിച്ച് മുന്നോട്ട് പോകും. അവിടെ നമുക്ക് യാതൊരു കാര്യങ്ങളും ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ എന്നുള്ളത് നമ്മളെ തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യമാകരുത്. കറണ്ട് അഫെയർസ് ഒരുപാട് പഠിക്കാനുണ്ടല്ലോ എന്നത് നമ്മളെ തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യമാകരുത്. ഒന്നുമേ ഇനി വരുന്ന കുറച്ച് മാസങ്ങൾ നമ്മളൊന്നും തടസ്സപ്പെടുത്തരുത്. എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഞാൻ ഒറ്റയ്ക്ക് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ എൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നമ്മളിനി എക്കണോമിക്സ് പഠിക്കാൻ ആരംഭിക്കുക. താങ്ക്